കൊഞ്ച് ഫ്രൈയും കൂട്ടി ചോറ് കഴിക്കാനുള്ള അതീവ ആഗ്രഹം കാരണം സെപ്റ്റോയിൽ നിന്നൊരു കൊഞ്ച് വാങ്ങിയായിരുന്നു, ഒരു ഫ്രീസൺ പാക്കറ്റ്. അപ്പോൾ ഇന്ന് കൊഞ്ച് ഫ്രൈ ആണ് പ്ലാൻ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കോ ഇല്ലയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതാക്കുക. അതിന് വേണ്ടി ഞാൻ സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൊഞ്ച് വൃത്തിക്ക് കഴുകി എടുത്ത് മസാലകൾ ഇടണത് കാണിക്കാം. ഫ്രീസ് ചെയ്ത സാധനം ആയതുകൊണ്ട് തന്നെ നല്ല കട്ട പിടിച്ചാണ് ഇരിക്കണത്. അപ്പോൾ അതൊന്ന് അലിയട്ടെ. അലിഞ്ഞതിന് ശേഷം എന്തൊക്കെ മസാലകളാണ് ഇടണമെന്ന് കാണിച്ചു തരാം. ഞാൻ ഒന്നൊന്നായിട്ട് എടുക്കാൻ നോക്കുകയാണ്. ഫ്രീസായിരിക്കണോണ്ട് തന്നെ പക്ഷേ വരണില്ല. നല്ലപോലെ കട്ട പിടിച്ചിരിക്കുകയാണ്. സെപ്റ്റോ എന്നാണ് വാങ്ങിയത്. ഓഫർ ഉണ്ടായിരുന്നു ഒരു 75 രൂപയുടെ. അപ്പോൾ അതൊക്കെ പോയിട്ട് 150 റുപ്പീസായി നമുക്ക് കൊഞ്ച് മാത്രം വാങ്ങിയപ്പോൾ. അപ്പോൾ നമ്മുടെ കൊഞ്ച് കുട്ടന്മാരെല്ലാം അടിപൊളിയായിട്ട് വൃത്തിക്ക് കഴുകി വെച്ചേക്കാണ്. ഇനി നമുക്ക് അതിലേക്ക് ഓരോ മസാലകളായിട്ടിടാം. ആദ്യം കുറച്ച് മുളക് പൊടി ഇടണം. നമുക്ക് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. പിന്നെ നല്ല എരിവുള്ളതാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഓരോരുത്തരുടെ എരിവ് കണക്കിന് ഇട്ടാൽ മതി. കുറച്ച് മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മസാല പൊടി കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണം കിട്ടും. എനിക്ക് മസാലയുടെ മണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. അപ്പോൾ മസാലയുടെ ആ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും കൊഞ്ചിന് എത്രയാണോ ഉപ്പ് ആവശ്യം അത് കണക്ക് ആക്കി നമുക്ക് ഒരു ഐഡിയ കാണുമല്ലോ, അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിനെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യണ സമയത്ത് നമുക്ക് മുളക് പൊടി കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കളറൊട്ടുമില്ല, അപ്പോൾ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഞാൻ കുഴച്ച് വെച്ചേക്കാണ്. ഇനി കുറച്ച് സമയം ഇരുന്ന് അരപ്പൊക്കെ അതിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ഫ്രൈങ് പാൻ വെച്ച് ചൂടായ ശേഷം കുറച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ പാൻ ചൂടായ ശേഷം കുറച്ച് എണ്ണയാണ് ഒഴിച്ചത്. കാരണം ഈ ഉള്ളതിൽ വെച്ച് നമുക്ക് ഒരു ഷാലോ ഫ്രൈ ആക്കി എടുക്കാം. അതായത് ഭയങ്കരമായിട്ടിത് ഫ്രൈ ആയി കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും, ഒരു റബ്ബർ ടെക്സ്ചർ ആവും. നമുക്ക് ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സവാള വരട്ടിയെടുക്കാനുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കാതെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പം എണ്ണ ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് കൊഞ്ച് വാരി വെക്കാം. നമ്മളിപ്പോൾ എല്ലാ കൊഞ്ചും നിരത്തി വെച്ചു. ഞാൻ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. അപ്പം ഇതൊന്ന് ഫ്രൈ ആവുന്ന വരെ, അതായത് എല്ലാ കൊഞ്ചും ഒന്ന് ഫ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.